അതെ, നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. നേരത്തെ പറഞ്ഞ പോലെ സഭയിലെ വിശ്വാസികൾക്ക് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല, കുടുംബമില്ലാത്തവർക്ക് വേണ്ടി, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ അവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. അതിനേക്കാൾ വലിയ കാര്യങ്ങളുണ്ട്. ഈ തമ്മിൽ സ്നേഹമൊന്നും എല്ലാ സഭകളിലും വർദ്ധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഓരോരുത്തർക്കും എൻ്റെ മക്കളുണ്ടല്ലോ, അവര് നിസ്സാരക്കാരാകരുത്. സുവിശേഷ വേലയൊക്കെ വേറെ, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായിട്ടുള്ള മാനദണ്ഡ പ്രകാരം ടോപ്പ് ലെവലിൽ എത്തണം എൻ്റെ മക്കൾ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മക്കളുടെ ഭാവി പോകും. അപ്പം അതിലൊക്കെ ഒരു സ്വാർത്ഥതയാണ് കിടക്കുന്നത്. അതിന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നും അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണമെന്നല്ല പറയുന്നത്. കാരണം നമ്മുടെ മുൻഗണന ഏതിനാന്നുള്ളതാണ്, ഏതിനാ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇടയ്ക്ക് പറയട്ടെ, 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോൾ ദൈവം ഒരു പ്രവൃത്തി ആരംഭിച്ചു, ദൈവം അത് തികയ്ക്കും. ഉറപ്പായിട്ട് വിശ്വാസമുണ്ട്. പിന്നെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ചിലരിങ്ങനെ ചിന്തിക്കും, ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടല്ലോ, ദൈവം ഇന്ന ഡേറ്റിന് പ്രവർത്തിക്കും, പിന്നെ നമ്മളെന്തിനാ പ്രാർത്ഥിക്കുന്നത്? നാം പ്രാർത്ഥിച്ചേ പറ്റൂ. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിൽ പ്രാർത്ഥന ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നുവെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരുന്നു. പക്ഷേ കർത്താവായ യേശുവാണ് ഏറ്റവും അധികം പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് നമുക്കൊരു പാപമില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റൂ. ഞാനൊരു വിശുദ്ധനാണ്, ഇനി എന്തിനാ പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു പാപവും ഉണ്ടായിരുന്നില്ല. ഒരു പാപത്തിൻ്റെ മേലും ജയം കിട്ടാനും വേണ്ടിയല്ല യേശു ക്രിസ്തു പ്രാർത്ഥിച്ചത്. കാരണം അവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള പരിശുദ്ധൻ എപ്പോഴും പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അല്പസ്വല്പ അശുദ്ധിയുള്ള നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം? ദൈവമാണ് എല്ലാം ചെയ്യുന്നത്, പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. 70 വർഷം ഈ ഇസ്രായേൽക്കാർ ബാബിലോണ്യ പ്രവാസത്തിൽ പോകും, അടിമത്തത്തിൽ പോകും. എന്നാൽ 70 വർഷം തികഞ്ഞാലോ അവർക്ക് സ്വന്തം നാട്ടിലേക്ക് വരാം. അത് ദൈവം പറഞ്ഞിട്ടുണ്ട്. അടിമത്തത്തിൽ കഴിയുന്ന ദാനിയേല് ആ പ്രവചന ഭാഗം യിരെമ്യാ പ്രവാചകൻ പറഞ്ഞെന്ന് വായിച്ചു. അപ്പോൾ മനസ്സിലായി 70 വർഷം പൂർത്തിയാകാൻ ഇതാ സമയമെടുത്തു, ഞങ്ങൾക്ക് വിടുതൽ കിട്ടും. അപ്പോൾ ദാനിയേൽ ഇങ്ങനെ ചിന്തിച്ചില്ല, ഇതാ ദൈവം ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റുമല്ലോ, ഇനി എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? പക്ഷേ ഈ വാഗ്ദത്തം വായിച്ചപ്പോൾ ഉടനെ തന്നെ പ്രാർത്ഥിക്കാനാണ് അദ്ദേഹം സമയം ചെലവഴിച്ചത്. ദൈവം ഒരു വാഗ്ദത്തം തരുന്നു, അത് ദൈവം നിവർത്തിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥനയിൽ പ്രോത്സാഹനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഉത്തേജനം ലഭിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുകയല്ല. ദാനിയേൽ 9:2-3 വാക്യങ്ങൾ. അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും ചാരത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ദാവീദിനോടും ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു, നിന്റെ ഭവനത്തെ ഞാൻ നിലനിർത്തും. ദൈവം എൻ്റെ ഭവനത്തെ നിലനിർത്തും, പിന്നെ ഞാനെന്തിനാ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ ദാവീദ് പ്രാർത്ഥിച്ചു. 2 ശമൂവേൽ 7-ാം അധ്യായം 25-29 വാക്യങ്ങൾ. ഇപ്പോഴും കർത്താവായ യഹോവേ, നീ അടിയനെയും അടിയന്റെ ഗൃഹത്തെയും കുറിച്ച് അരുളി ചെയ്ത വചനത്തെ എന്നേക്കും ഉറപ്പാക്കി അരുളപ്പാട് പോലെ ചെയ്യണമേ. 29-ാം വാക്യം. ആകയാൽ അടിയന്റെ ഗൃഹം തിരുമുമ്പിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് പ്രസാദം തോന്നി അനുഗ്രഹിക്കണമേ. കർത്താവായ യഹോവേ, നീ അങ്ങനെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നിന്റെ അനുഗ്രഹത്താൽ അടിയന്റെ ഗൃഹം എന്നേക്കും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും.